നമസ്കാരം. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനം നാളെ നടക്കാനിരിക്കെ വിരാട് കോഹ്ലി തിരിച്ച് ടീമിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം വിരാട് കോഹ്ലിയുടെ പരിക്കുകളൊക്കെ മാറിക്കൊണ്ട് രണ്ടാം ഏകദിനത്തിൽ ടീമിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോഹ്ലിയുടെ ലക്ഷ്യം. മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കുകയാണ്, ഇസ് ഓൺ ദ ലൈൻ. 19-ാം തീയതി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുമ്പോഴേക്കും ഒരു ODI സഖ്യം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യൻ ടീം മൊത്തത്തിൽ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഫോമില്ലായ്മ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും തുടർച്ചയായി മാറുന്നുണ്ടെങ്കിൽ പോലും ടീമിൽ കോഹ്ലിക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിലേക്ക് വിരാട് കോഹ്ലി പരിക്കുമാറി വരികയാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ ഉദിക്കുകയാണ്. ആരെ മാറ്റും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ, ഈ രണ്ടുപേരാണ് മാറ്റാനുണ്ടെങ്കിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. KL രാഹുലിനെ മാറ്റില്ല, അക്ഷർ പട്ടേലിനെ മാറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ സാധ്യതകളൊന്നും വേണ്ട. വിരാട് കോഹ്ലി ടീമിലേക്ക് വരികയാണെങ്കിൽ മാറ്റപ്പെടാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ യശസ്വി ജയ്സ്വാൾ അല്ലെങ്കിൽ ശ്രേയസ് അയ്യർ എന്നിവരാണ്. അത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നാണ്. ഇതാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത്. കാരണം രോഹിത് ശർമ്മ എന്ത് വന്നാലും അല്ല, രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ്. രോഹിത് ശർമ്മ 2 റൺ എടുത്താലും 5 റൺ എടുത്താലും രോഹിത് ശർമ്മ ടീമിൽ തന്നെ ഉണ്ടാവും. കാരണം നമുക്കറിയാം, ഒരുപാട് തുടരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും രോഹിത് ശർമ്മയ്ക്ക് ഫോമിലേക്ക് തിളങ്ങാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ പോലും 7 പന്തിൽ നിന്നും വെറും 2 റൺ എടുത്തുകൊണ്ടാണ് രോഹിത് ശർമ്മ പുറത്താകുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി ഈ ടീമിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ജയ്സ്വാളിൻ്റെ കരിയറിൽ തന്നെ ആദ്യത്തെ ഏകദിനമായിരുന്നു ഇന്ത്യ-ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യത്തെ ODI മത്സരം. ജയ്സ്വാൾ അതിന് മുമ്പ് T20 മത്സരങ്ങളിൽ നിന്നെല്ലാം കളിച്ച് ആഭ്യന്തര ക്രിക്കറ്റിൽ തന്നെ തിളങ്ങുന്ന ഒരു താരമായി മാറുന്ന ജയ്സ്വാളിന് ODI ക്യാപ്പ് കിട്ടുന്ന ജയ്സ്വാൾ 15 റൺസിന് പുറത്താവുകയാണ്. പക്ഷേ അതൊരു ക്രൂരതയല്ലേ? കാരണം വിരാട് കോഹ്ലി പോലൊരു താരത്തിലേക്ക് ടീമിലേക്ക് പ്ലേസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മത്സരം മാത്രം പരിചയ സമ്പത്തുള്ള യശസ്വി ജയ്സ്വാളിനെ മാറ്റി നിർത്തുമ്പോഴുള്ള സാധ്യതകളൊന്ന് പരിശോധിക്കാം. കാരണം T20 മത്സരങ്ങളിൽ തിളങ്ങിയ ജയ്സ്വാൾ, IPL പോലുള്ള ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ പോലും തിളങ്ങി നിൽക്കുന്ന ജയ്സ്വാളിനെ ടീമിൽ നിന്നും മാറ്റുക എന്ന് പറയുന്നത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം ജയ്സ്വാളിന് എപ്പോൾ വേണമെങ്കിലും തിളങ്ങാം. ജയ്സ്വാൾ ഒരു മിന്നും ഫോമിൽ തുടരുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. വിരാട് കോഹ്ലി ഫോമിലല്ല താൻ. റെയിൽവേസിനെതിരായ മത്സരത്തിൽ പോലും കോഹ്ലി 6 റൺസിന് ബൗൾഡ് ആവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എപ്പോഴെല്ലാം ഓഫ് സ്റ്റമ്പിന് വെളിയിലായിട്ട് വരുന്ന പന്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന കോഹ്ലിയുടെ ഔട്ടർ എഡ്ജിലേക്ക് കൊള്ളുകയും വിക്കറ്റ് കീപ്പറിലേക്ക് മാറുകയും തുടർന്ന് എപ്പോഴും കോഹ്ലി ഔട്ടാവുന്ന ഘട്ടത്തിൽ നിന്നൊക്കെ മാറി ബൗൾഡ് ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് രഞ്ജി ട്രോഫിയിൽ വിരാട് കോഹ്ലി മാറിയപ്പോഴേക്കും കാൽക്കുലേഷൻസ് മൊത്തം തിരിയുകയാണ്. വിരാട് കോഹ്ലി ബൗൾഡ് ആയിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഹെഡ്ലൈൻസായി വരെ സ്പോർട്സ് മാഗസീൻസിലും സ്പോർട്സ് വാർത്തകളിലും വരികയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ജയ്സ്വാളിനെ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ടോ വിരാട് കോഹ്ലിക്ക് പകരമായി? മറുപക്ഷത്ത് മാറ്റി നിർത്തണമെങ്കിൽ ശ്രേയസ് അയ്യറിനെ മാറ്റി നിർത്തണം. അതും നിസ്സാരപ്പെട്ട പണിയൊന്നുമല്ല. കാരണം 59 റൺസ് നേടിക്കൊണ്ട് 9 4-ഉം 2 6-ഉം സഹിതം ശ്രേയസ് അയ്യർ ആദ്യത്തെ ഏകദിനത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നിംഗ്സും കൂടി നയിച്ചൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് ശ്രേയസ് അയ്യറിനെ മാറ്റി വിരാട് കോഹ്ലിനെ കൊണ്ടുവരാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും BCCI സൂചിപ്പിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. സെലക്ഷൻ കമ്മിറ്റി പോലും ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. മാത്രമല്ല ചാമ്പ്യൻസ് ട്രോഫി അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകം. ഈ പ്ലെയേഴ്സ് എല്ലാവരും അതിനകത്തുണ്ട്. ഇവരെല്ലാവരും ആ സ്ക്വാഡിൻ്റെ ഭാഗവും കൂടിയാണ്. ഇവരെല്ലാവരും കൂടി യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂർണമെൻറ്റിലേക്ക്, ഒരു സീരീസിലേക്ക് വരുമ്പോഴേക്കും, ഒരു ഇംഗ്ലണ്ട് സീരീസിലേക്ക് വരുമ്പോൾ തന്നെ രണ്ടാം ഏകദിനവും നിസ്സാരപ്പെട്ടൊരു മത്സരമായി മാറ്റാൻ സാധിക്കില്ല. ആദ്യ ഏകദിനം വിജയിച്ചെങ്കിൽ പോലും രണ്ടാം ഏകദിനവും കൂടെ വിജയിച്ചിട്ട് ആ മത്സരം ഒന്ന് ടൈറ്റ് ചെയ്യുക, സീരീസ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. T20 സീരീസ് പിടിച്ചെടുത്തതുപോലെ തന്നെ ODI സീരീസും അതുപോലെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് വിരാട് കോഹ്ലിക്ക് ഇനി എങ്ങനെയാണ് ടീമിലൊരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യമായി ഉയരുന്നത്. ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യറിനെ സ്വന്തമാക്കി. ഇത്തവണത്തെ IPL ഓപ്ഷനിൽ തന്നെ ഏറ്റവും വിലപ്പെട്ട രണ്ടാമത്തെ താരമായി ശ്രേയസ് അയ്യർ മാറുകയും ചെയ്തു. ആദ്യത്തെ താരമായി 27 കോടിക്ക് ഋഷഭ് പന്തിന് മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്താണ് ശ്രേയസ് അയ്യറിൻ്റെ സ്ഥാനമെങ്കിൽ പോലും ODIയിൽ എന്തുകൊണ്ട് ശ്രേയസ് അയ്യറിനെ മാറ്റി നിർത്തി എന്നുള്ള ചോദ്യം ആദ്യ ഏകദിനത്തിൽ ശ്രേയസ് അയ്യറിൻ്റെ മത്സരത്തിന് ശേഷം എല്ലാ ക്രിക്കറ്റ് അനലിസ്റ്റും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ടീമിൽ നിങ്ങൾ ശ്രേയസ് അയ്യറിനെ എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം ഒറ്റ ഇന്നിങ്സ് കൊണ്ട് ശ്രേയസ് അയ്യർ എല്ലാവരെയും ചോദിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കാം ടീമിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുക? വിരാട് കോഹ്ലി വരുന്നുണ്ടെങ്കിൽ പകരം ആര് മാറും? ഇനി അഥവാ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്, പരിക്കുകൾ ഭേദമായി വിരാട് കോഹ്ലി നിൽക്കുകയാണെങ്കിൽ, ഇവരെ ആരും മാറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ വിരാട് കോഹ്ലി ബെഞ്ചിലിരിക്കേണ്ടി വരുമോ? ഈ ഒരു ഘട്ടത്തിലേക്കാണ് ഇന്ത്യൻ സ്ക്വാഡ് മാറുന്നത്. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ ഇതിനൊരു അന്തിമ തീരുമാനം കൃത്യമായി എടുത്തേ മതിയാവുകയുള്ളൂ. വിരാട് കോഹ്ലി പരിക്കുകൾ ഭേദമായി നിൽക്കെ ടീമിലേക്ക് ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും ഒരു ചരിത്രമാണ്.